ജീവിതസാക്ഷ്യം അവസാന ഭാഗം. സമയം പ്രഭാതമായി. അന്ന് ഞായറാഴ്ചയായതിനാൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ദേവൻ കവലയിലേക്ക് പോയി. അയാൾ പോകാൻ നേരം ബിന്ദു തനിക്ക് പതിവിൽ കവിഞ്ഞ ക്ഷീണമുണ്ടെന്നും വേഗം തിരികെ എത്തണമെന്നും പറഞ്ഞു. അയാൾ അത് ശരിവെച്ച് പോയി. 1-2 മണിക്കൂർ കൂടി കഴിഞ്ഞു. ബിന്ദുവിന് ക്ഷീണം കൂടിക്കൂടി വന്നു. നല്ല നടുവേദനയും വയറുവേദനയും. ആദ്യ ഗർഭധാരണമായതിനാൽ അവൾക്കൊന്നും മനസ്സിലായില്ല. തന്നെയുമല്ല, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് 10 ദിവസം കൂടി ബാക്കിയുണ്ട് പ്രസവത്തിന്. അവൾക്ക് വേദന സഹിക്കാൻ വയ്യാതായി. നിലവിളിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ബോധം വീണു മറഞ്ഞു പോകുന്നു. അപ്പോൾ പള്ളിയിൽ പോയി തിരികെ വന്ന അതുവഴി കടന്നുപോയ അന്നമ്മച്ചേടത്തി നിലവിളി കേട്ടു. അവർ ദേവൻ്റെ വീട്ടിൽ കയറി നോക്കി. എൻ്റെ കർത്താവേ, ഞാൻ എന്നതായി കാണുന്നേ? ബിന്ദു അർത്ഥബോധാവസ്ഥയിൽ കിടന്ന് നിലവിളിക്കുന്നു. ആ നാട്ടിലെ പ്രശസ്തയായ ഒരു വൈറ്റാട്ടിയാണ് അന്നമ്മച്ചേടത്തി. അവർ ബിന്ദുവിന് പ്രസവ സമയമായോ എന്ന് നോക്കി. നല്ല നോവുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ തല കാണാറായിട്ടില്ല. തണ്ണീർക്കുടം പൊട്ടി വെള്ളം പോയിരിക്കുന്നു. അന്നമ്മച്ചേടത്തി കുറച്ച് വെള്ളം ചൂടാക്കി തുണിയും മറ്റ് അത്യാവശ്യ സാധനങ്ങളും എടുത്തുവെച്ച് കാത്തിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രസവം നടക്കുന്നില്ല. അന്നമ്മച്ചേടത്തിക്ക് ആദിയായി. അവർ ഇടയ്ക്കിടയ്ക്ക് ദേവൻ വരുന്നുണ്ടോ എന്ന് വഴിയിലേക്ക് നോക്കി. എന്നാൽ അയാൾ വന്നില്ല. അവസാനം അതുവഴി വന്ന സുലൈമാനോട് വിവരം പറഞ്ഞ് അന്നമ്മച്ചേടത്തി കവലയിലേക്ക് വിട്ടു. അയാൾ പോയി കവലയിലെല്ലാം തിരക്കി. അവസാനം കവലയിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്തുള്ള വാറ്റുകേന്ദ്രത്തിൽ നിന്നുമാണ് ദേവനെ കണ്ടുകിട്ടിയത്. അവർ 3 പേരും കൂടി ബിന്ദുവിനെ ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർ വിശദമായ പരിശോധന നടത്തി. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിലച്ചിരിക്കുന്നു. അരമണിക്കൂർ മുമ്പ് കുഞ്ഞ് മരിച്ചിരുന്നു. വിവരമറിഞ്ഞ ദേവൻ പൊട്ടിക്കരഞ്ഞു. തൻ്റെ മദ്യപാനമാണ് എല്ലാത്തിനും കാരണം. തൻ്റെ കുഞ്ഞിനെ താനാണ് കൊന്നതെന്ന് പറഞ്ഞ് അയാൾ മാറത്തടിച്ച് നിലവിളിച്ചു. കഥ അവസാനിച്ചു.